നിങ്ങളൊരു സീരിയസ് ആയിട്ട് ഒരു ഹീലിങ്ങിനെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന 4 വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന 4 വ്യക്തികളും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഫസ്റ്റ്, യുവർ പാരൻസ്. ചിലപ്പോൾ അവർ നമ്മൾ ആഗ്രഹിച്ചത് കുറച്ച് മാത്രം നൽകിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ടാവും. അവരെത്ര പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ കഴിവിനൊത്ത് നമുക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലെങ്കിലും കിട്ടാത്തൊരു സോറി നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ സൈക്കോളജി പറയുന്നത് ഇതാണ്, പാരൻസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അൺറിസോൾവ് ആണ് എങ്കിൽ നമ്മൾ വലുതായതിനു ശേഷം നമ്മുടെ പല റിലേഷൻഷിപ്പിലും അതൊരു പാറ്റേൺ ആയിട്ട് ആവർത്തിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവരെന്താണോ തന്നത് അതിൽ നന്ദിയുള്ളവരാവുക. അവർക്ക് കഴിയാത്തത് ജസ്റ്റ് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, ദ വൺ യു ലവ്. നമ്മൾ സ്നേഹിച്ചവര്, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തുനിന്ന അല്ലെങ്കിൽ കണ്ട ചില വ്യക്തികള്, നമ്മൾ നിന്നിട്ട് പിരിഞ്ഞുപോയ ആളുകള്, നമ്മളെ വേദനിപ്പിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചവര്, നമ്മളെ തിരഞ്ഞെടുക്കും, നമ്മൾക്കൊരു ഭാവി ഉണ്ടാകും അവരുടെ ഒപ്പം എന്നൊക്കെ കരുതിയവര്. അപ്പോൾ ഇത്തരത്തില് നമ്മൾ ഉപദ്രവിച്ചവരെ നമ്മൾക്ക് ഒരു ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവരിൽ നിന്ന് നമ്മളൊക്കെ ഒരു ക്ലോഷർ ആഗ്രഹിക്കുന്നുണ്ടാവും, ക്ഷമാപണം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സമാധാനം ആവശ്യമാണ്. സോ യു ഡോണ്ട് നീഡ് ക്ലോഷർ ഫ്രം ദം, യു നീഡ് പീസ് വിത്തിൻ യു. വിഷ് ദം ഹീലിംഗ് ബട്ട് ഡോണ്ട് കീപ് നോക്കിംഗ് ഓൺ എ ഡോർ ലൈഫ് ഹാസ് ക്ലോസ്ഡ്. 3, എവ്രി വൺ എൽസ് ഹു ഹേർട്ട് യു. നിങ്ങളെ വേദനിപ്പിച്ച മറ്റെല്ലാവരും ചിലപ്പോൾ ഒരു വഞ്ചിച്ചതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ നമ്മൾ ബിസിനസ്സിൽ തോറ്റുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം നിങ്ങളുടെ മേലിൽ ചുമത്തിയവരായിരിക്കാം, നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ സൈലൻസ് കൊണ്ട് നമ്മൾ ശിക്ഷിച്ചവരായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ മോശം പറഞ്ഞ ആളുകളായിരിക്കാം, നമ്മുടെ സുഹൃത്ത എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചവരായിരിക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ അവർ നമ്മുടെ സുഹൃത്തല്ലായിരുന്നിരിക്കാം. ഇത്തരത്തിലുള്ളവരോട് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം. റിസർച്ച് പറയുന്നത് നീണ്ടു നിൽക്കുന്ന റിസെന്റ്മെന്റ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, ശാരീരിക ആരോഗ്യം മുതൽ ഇതൊരു ടോക്സിക് ആയിട്ട് മാറ്റാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. Forgiveness is not approval. It is a decision to stop letting their choices poison your present. അതായത് നമ്മുടെ പ്രസൻസ്, നമ്മുടെ ഈ ഒരു അവസ്ഥ മറ്റൊരാളുടെ പാസ്റ്റ് ഡിസിഷൻ കൊണ്ടിട്ട് വിഷമിക്കാതിരിക്കാൻ നമ്മളെ ശ്രമിക്കുക എന്നുള്ളത്. Both yourself, the most important and the hardest, the you who tolerate so much. പലപ്പോഴും സെഷനിൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ സഹിച്ചത്. ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചില തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ അതൊരു സർവൈവൽ മോഡാണ് എന്ന് മനസ്സിലാക്കി ഈ ഒരു പോർഷനെയും കൂടി അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് തന്നെ നമുക്കൊന്ന് പുറത്തു കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കണം, forgiveness is not weakness, it is release. You are not doing it for them, you are doing it so you don't have to carry pain into every tomorrow.